അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. എ ലൈബ്രറി ഹാസ് an average of 510 visitors on Sunday and 240 on other days. The average number of visitors per day in a month of 30 days beginning with a Sunday is. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സൺഡേസിൽ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 510 വിസിറ്റേഴ്സ് ഉണ്ടാവും ഒരു ലൈബ്രറിയിൽ. ബാക്കിയുള്ള ദിവസം ഒരു 240 ആൾക്കാർ വെച്ചിട്ടായിരിക്കും ആവറേജ് ഉണ്ടാവുന്നത്, വിസിറ്റേഴ്സ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മന്തിലെ ടോട്ടൽ വിസിറ്റേഴ്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സൺഡേയിലാണ്, അതുപോലെ തന്നെ ഈ മന്തിൽ ടോട്ടൽ 30 ഡേയ്സും ഉണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് ആദ്യം തന്നെ എത്ര സൺഡേസ് ഉണ്ട് ഈ മന്തിൽ നിന്നാണ്, അതുപോലെ തന്നെ ബാക്കി സൺഡേ അല്ലാത്ത ദിവസങ്ങൾ എത്രയുണ്ടെന്നാണ്. അപ്പോൾ സൺഡേസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യുക, ഒരു മന്തിൽ എത്ര നോർമൽ സൺഡേസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണം. ബിക്കോസ് ഒരു മന്ത് 4 ആഴ്ചയാണ്. 4 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു ആഴ്ചയിൽ 7 ദിവസം, അങ്ങനെയെങ്കിൽ 4 ആഴ്ചയിൽ 28 ദിവസം ഉണ്ടാവും. ഈ 28 ദിവസത്തിലും 4 സൺഡേസ് ഉണ്ടാവും. ബിക്കോസ് എല്ലാ ആഴ്ചകളിലും ഒരു സൺഡേ വെച്ചുണ്ടാവും. അപ്പോൾ ടോട്ടൽ 4 സൺഡേസ് ഉണ്ടാവും നോർമലി. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സൺഡേ ആണ്. അപ്പോൾ ഈ 28 പ്ലസ് 2 ഡേയ്സും കൂടി എക്സ്ട്രാ ഉണ്ട്, എന്നാലേ 30 ആവുള്ളൂ. ആ എക്സ്ട്രാ ഉള്ള 2 ഡേയ്സ് എന്ന് പറയണതിൽ ഒരു ദിവസം എന്തായാലും സൺഡേ ആയിരിക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ 5 സൺഡേസ് ഉണ്ട്, ബാക്കി 25 നോർമൽ ഡേയ്സും ഉണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഇൻ സൺഡേസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഇൻ അതർ ഡേയ്സ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സൺഡേസിൽ 510 വിസിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ഡേയ്സിൽ 240 വിസിറ്റേഴ്സ് ഉണ്ട് പെർ ഡേ ഓൺ ആവറേജ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഇൻ 5 സൺഡേസ് എത്രയായിരിക്കും? 5 ഇൻറ്റു 510. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2550 വിസിറ്റേഴ്സ് ഇൻ ഈ 5 സൺഡേസിനുള്ളിൽ ഇത്രയും വിസിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള 240 ഡേയ്സിൽ എത്ര ടോട്ടൽ വിസിറ്റേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 25 ഇൻറ്റു 240 വിച്ച് ഈസ് ഈക്വൽ ടു 6000 വിസിറ്റേഴ്സ്. 240 ഡേയ്സ് അല്ല 240 വിസിറ്റേഴ്സ് എന്ന് പറയാൻ മാറിപ്പോയി. അപ്പോൾ 25 ഇൻറ്റു 240 വിച്ച് ഈസ് ഈക്വൽ ടു 6000 വിസിറ്റേഴ്സ്. Then total number of visitors is equal to 2550 plus 6000, that's equal to 8550. So average കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? Total visitors divided by total number of days, that's equal to 8550 divided by 30, it's equal to 285.